മഴ എന്ന് പറഞ്ഞാൽ മഴ. ഇവിടെ ഭയങ്കര മഴ. എല്ലാവർക്കും നമസ്കാരം, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, നമ്മൾ താമസിക്കുന്ന ഈ റിസോർട്ടിൽ ഒരു സൺറൈസ് വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മനോഹരമായ ഒരു സൺറൈസ് വ്യൂ. ഇത് കാണണമെങ്കിൽ നിങ്ങൾ ഇവിടെ വരണം, രാവിലെ എണീക്കണം, ഇതുപോലെ ഷൂട്ട് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ റാഡിസൺസ് ബ്ലൂ ഹോട്ടലിൽ രാവിലെ പോയി ഒരു 9 മണിക്ക് അവിടെ ചെന്ന് നല്ല രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. 90 dirhams ആണ് പെർ ഹെഡ് അവർ ചാർജ് ചെയ്യുന്നത്. അവർ നമുക്കൊരു 20% ഡിസ്കൗണ്ട് തന്നിരുന്നു. നമ്മൾ ഏകദേശം 8 പേരുണ്ടായിരുന്നു. അത്യാവശ്യം തരക്കേടില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മൾ താമസിച്ചിരുന്ന ഹോളിഡേ ബീച്ച് റിസോർട്ടിലെത്തി. കുറച്ച് നേരം വിശ്രമിച്ചു. കുറച്ച് നേരം പാട്ടൊക്കെ പാടി ഒന്ന് റിലാക്സൊക്കെ ചെയ്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള കാഴ്ചകളാണ് ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മൾ ബീച്ച് റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ ഡിബ്ബ ടൗണിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു ചെറിയൊരു സീനിക് സ്പോട്ടാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഫോട്ടോ അടിക്കാം, ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാം. നല്ലൊരു എന്താ പറയുക, കിണ്ണങ്കാച്ചി ലൊക്കേഷൻ തന്നെ പറയാം. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാവരും ഇവിടെ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കുന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ ഡിബ്ബയിൽ നിന്ന് വരുന്ന വഴിക്ക് ഞങ്ങൾ വിൻഡ് മില്ല് കാണാൻ വേണ്ടി ഒന്നുകൂടി മല കയറി അതിൻ്റെ മുകളിലൊക്കെ പോയി അവിടെ കുറച്ച് നേരം നിന്ന് പിന്നെ തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ ഒരു ബോഗൻ വില്ല നിറഞ്ഞ് പൂത്ത് നിൽക്കുന്ന ഈ ഒരു വില്ല കണ്ടത്. ഓ, ഇവിടെ ഉണ്ടോ? ഗൈസ്, നമ്മളിപ്പോൾ വഴിയിൽ പോകുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് കാണുന്നത്. കണ്ടില്ലേ, കുറേ മാനുകൾ ഇതാ വഴിയിൽ നിൽക്കുന്നു. കണ്ടോ? ഇവിടെ 2 ഉണ്ട്. ഈ മരത്തിനിടയിൽ ഒരുത്തർ നിൽക്കുന്നുണ്ട്. ഉണ്ടോ? ഇടയിലായിട്ട് കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. അല്ലേ? നമ്മളിപ്പോൾ അൽ അഫാഫിയ ഡാമിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ നിറയെ വെള്ളം, ഫുൾ വെള്ളം, വെള്ളത്തോട് വെള്ളം. മൈ ഗോഡ്, ഫുൾ ഓഫ് വാട്ടർ. വെള്ളം ഇവിടെ ഇരിക്കാനൊക്കെ കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ. ബ്യൂട്ടിഫുൾ. ഓക്കെ, ലെറ്റ്സ് ഗോ അറൗണ്ട് ഇറ്റ്. ഓ, ഇങ്ങനെ ഒരു റോഡുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അതായത് ഈ ഡാമിൻ്റെ ചുറ്റും നമുക്കിങ്ങനെ വണ്ടി ഓടിച്ച് കളിക്കാം. ഐ തിങ്ക് ദിസ് ഇസ് എ ലേറ്റസ്റ്റ് ട്രെൻഡ്. ഒരു സൈഡിൽ മല, ഒരു സൈഡിൽ വെള്ളം. It's actually good, huh? You want to swim in this? This is deep, right? Obviously. Look at the color itself. It's so deep.
ഇങ്ങനെ പോയി നേരെ പോയി. ഓ, ഇവിടുന്ന് മുകളിലേക്ക് ക്ലൈംബ് ചെയ്ത് പോകാനുള്ള സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് എങ്ങനെ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണോ? വാട്ട് ഡു ദ ഡു? എല്ലായിടത്തും ഇരിക്കാൻ സ്ഥലം കൊടുത്തിട്ടുണ്ടോ? അതന്നെ ഒരു ഗുഡ് തിങ്. ആൻഡ് ഇവിടെയൊക്കെ നോക്കുമ്പോൾ കണ്ടോ വെള്ളം ഇങ്ങനെ കെട്ടിയിരിക്കുന്ന കണ്ടില്ലേ? എന്തോ പായലൊക്കെ ഉണ്ടായില്ലേ അല്ലേ? സം algae inside the water. See, algae. I dare to drink it. This is where Masafi is coming. Riveria water is coming from here. ആ, അവിടുന്ന് വെള്ളം അങ്ങനെ ഒലിച്ചിരുന്നുണ്ടോ? ലീക്ക് ഉണ്ടോ അവിടുന്ന്? പൈപ്പ് കൂട്ടി This is the dam. Yeah, so the dam is like built on the other side. Oh, nice shot. Full വെള്ളമാണല്ലേ? ഫുൾ കപ്പാസിറ്റി. ഇവിടുന്ന് ചാടിയിട്ട് സ്വിം ചെയ്തിട്ട് അപ്പുറത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. I could die. നല്ല ചാടുന്നത്. I'll drown. ഇത് നന്നായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വിന്ററിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഈവനിങ് ഒക്കെ. ഇനി മിക്കവാറും ഇതൊരു ബാർബക്യൂ ക്യാമ്പിംഗ് സ്പോട്ടായിട്ട് മാറും വിന്ററിൽ അല്ലേ? അവിടെ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ടല്ലോ. കണ്ടോ ആ ഒരു എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഭാഗത്ത് എവിടുന്ന് മഴ പെയ്താലും ഇത് കണ്ടോ ആ കണ്ടോ അവിടെയൊക്കെ അങ്ങനെ പച്ച നിറം കണ്ടില്ലേ? See, water is still coming from there. That means it has rained somewhere during the past few days. It's in the news in some places. Yeah, so I think that's how the reservoir gets full, because somewhere it is raining and the water is coming through somewhere. ആ ഭാഗത്തായിട്ട് ബോട്ടിംഗ് ഫെസിലിറ്റീസ് ഒക്കെ കാണുന്നുണ്ടോ? Should we go? I don't know if it's safe. I mean, if you know how to swim properly and everything, then it's okay for me. ഇപ്പൊ ഇവിടെ ഹൈക്കിംഗ് ട്രെയിൽസ് ഉണ്ടാക്കുന്നുണ്ട് മുകളിലേക്ക് പോകാൻ. കണ്ടോ? ഓ, ദാറ്റ് ഈസ് വെരി നൈസ്. വിന്റർ ആകുമ്പോഴേക്കും ഈ സ്ഥലം റോക്കിംഗ് ആവും. ഹാങ്ങിങ് ഗാർഡൻ്റെ താഴെ എത്തി. ഇതാണ് ഹാങ്ങിങ് ഗാർഡൻസ് ഓഫ് ദ കൽബ. നിങ്ങൾ നോക്കിയിരുന്ന വ്യൂ അവിടെയാണ്. കണ്ട ആ തിക്കായിട്ടുള്ള സ്ഥലം അതാണ്. അതേപോലെ ഈ ഭാഗത്തേക്കും വരണം. അപ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ നല്ല ആ ബോഗൻവില്ലൊക്കെ പൂത്തപ്പോൾ നല്ല രസമുണ്ടല്ലോ കാണാൻ. പെർഫെക്റ്റ്. നമ്മൾ ഹാങ്ങിങ് ഗാർഡിലെത്തി. ഇതവിടെ വീഡിയോ ഫോട്ടോ ഷൂട്ടിങ് തുടങ്ങിയിരിക്കുന്നു. ചട്ടം തികച്ചും ആർട്ടിഫിഷ്യലാണ് കേട്ടോ, ഒറിജിനൽ അല്ല. ചിലപ്പോൾ മഴക്കാലത്ത് വെള്ളം വരുമായിരിക്കും, പക്ഷെ ഇപ്പോൾ വരുന്നില്ല.
മഴ അടിപൊളി. വൗ. ഓ സൂപ്പർ മഴ. മഴയോ മഴ. ഇപ്പൊ വിശ്വാസമായില്ലേ മഴ പെയ്യുന്നു. അപ്പോ നട്ടുവെയിലത്ത്, അതും ഈ ജൂലൈ സമ്മറിൽ മഴ പെയ്യുന്നുണ്ട്. ആഹാ അടിപൊളി. എന്താല്ലേ, ഓ വിശ്വസിക്കാനേ പറ്റുന്നില്ല. മീനുവിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ടായിരിക്കും ദൈവം ഒന്ന് മഴ പെയ്ച്ചത് കേട്ടാ. I think God is praising you and blessing you and blah 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 blah. പുറത്തതാ മോനെ ഒടുക്കത്തെ മഴ. അയ്യോ മഴ എന്ന് പറഞ്ഞ മഴ. ഇവിടെ ഭയങ്കര മഴ. ഭയങ്കര മഴ. അങ്ങനെ എന്റെ വണ്ടിയൊക്കെ ക്ലീൻ ആയി കിട്ടി. ഓ എന്താ കണ്ടില്ലേ, ഞാൻ വിചാരിച്ചുള്ള മഴ പെയ്യുന്നു, പക്ഷേ കണ്ടില്ലേ. സൂപ്പർ. മഴയോ മഴ. ലൈൻ കമ്പിയുടെ അടിയിലാട്ടാ, തുള്ളിച്ചാടുന്നൊക്കെ നോക്കിക്കോ കറക്റ്റ് ആയിട്ട്. ഇത് കണ്ട മഴ എന്ന് പറഞ്ഞ ഒന്നൊന്നര മഴ. ഓ എന്റെ മുഖമൊന്നും കാണാനില്ല, വളരെ മുഖം കാണാനേ ഇല്ല. ഓ അടിപൊളി. ആദ്യത്തെ എക്സ്പീരിയൻസ് ആട്ടോ ഇങ്ങനെ, നമ്മളെ ആദ്യത്തെ എക്സ്പീരിയൻസ്. 26 years. അതെ ഇത്ര കൊല്ലമായിട്ട് ഇവിടെ ആയിട്ട് അതിന്റെ അമ്മോ കമ്പ്യൂട്ടർ കാണുന്നുണ്ട്. മഴ നനഞ്ഞു. അടിപൊളി. നല്ല കാറ്റും കേട്ടോ, നല്ല കാറ്റ്. ഓ കാറ്റൊക്കെ ഭയങ്കരമായിട്ട് കൂടി തുടങ്ങി, കുറച്ച് ഭയാനകമായ സിറ്റുവേഷനായി തുടങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടുന്ന് മെല്ലനെ കുറച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നീക്കത്തിലാണ്. ഇത്രയും മഴ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്തായാലും. കാറ്റിന്റെ വേഗത ഉണ്ടോ, ഓക്കെ കണ്ടോ. ഓഫ് ഭയങ്കര ഭയാനകമായിട്ടുള്ള കാറ്റാട്ടോ. ഇവിടുത്തെ പോസ്റ്റിന്റെ മുകളിലത്തെ ലൈനുകളൊക്കെ ഇങ്ങനെ ഇളകുന്നുണ്ട്. പോസ്റ്റിന്റെ മുകളിലത്തെ ലൈനുകൾ കറക്റ്റ് അല്ലേ? നോക്കിയേ കാറ്റിന്റെ സ്പീഡ് നോക്കിയേ. ഓ അപ്പൊ അങ്ങനെ മഴ ശരിക്കും ആസ്വദിച്ചു. കുറേ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ആട്ടോ അങ്ങനെ ചൂടത്ത്, അതും ജൂലൈയില്. അതെ ജൂലൈയിൽ ഇങ്ങനെ മഴ പെയ്യുന്നത് എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച പോലെ സംഭവം നടന്നു.
ഇനി ഇങ്ങനത്തെ സംഭവം ഒരിക്കലും വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ആ മേഘം കറുത്തപ്പോൾ തന്നെ എനിക്ക് തോന്നി അത് ഉറപ്പായിട്ടും മഴ പെയ്യും. സെൽഫി വീഡിയോ എല്ലാം അവിടെ അടിച്ചോണ്ടിരിക്കുന്നു. ഈ ഭാഗത്ത് റോഡിൽ കാണുമ്പോഴായിരിക്കും മഴ കാണുമ്പോൾ അടിപൊളി.